എൻ്റെ പേര് മധു പാതാനിപാടം, CEO of Solartech Renewable Energy Private Limited. I am also the president of CORE, Confederation of Renewable Energy Entrepreneurs Association. ഞാൻ സോളാർ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ 15 കൊല്ലമാവുന്നു. അപ്പോൾ ഈ കാലയളവിൽ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, ഈ സോളാർ പ്ലാന്റിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എത്ര കിലോ സോളാർ ഞാൻ വെക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ പൊതുവെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരോടൊക്കെ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കൂ, അത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കിലോ വാട്ട് എത്ര സോളാർ കിലോ വാട്ട് വെക്കണം എന്നുള്ളത് മനസ്സിലാവുമെന്ന് പറയും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് നോക്കിയിട്ട് എങ്ങനെയാണ് സോളാർ പ്ലാന്റിന്റെ സൈസ് നമുക്ക് കണ്ടെത്താനാവുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി ബില്ല് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രിസിറ്റി ബില്ല്. ഇത് എൻ്റെ ഓഫീസിന്റെ ഇലക്ട്രിസിറ്റി ബില്ലാണ്. അപ്പൊ നമുക്കറിയാം ഈ ഇലക്ട്രിസിറ്റി ബില്ല് ഇങ്ങനെ നീളത്തിലാണല്ലോ വരാറ്. അപ്പൊ ഇതിനെ 3 പാർട്ടായിട്ട് ഞാൻ അതിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി, അതായത് കാണിച്ചു തരാനും പറയാനുള്ള സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതില് പല കാര്യങ്ങൾ ഈ ബില്ല് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഇത് ഏത് സെക്ഷൻ ആണെന്നുള്ളത്, മുളങ്ങുംതാവ് സെക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ടോ, മുളങ്ങുംതാവ് സെക്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമർ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട്, അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്, അതുപോലെ ടെലിഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏത് ട്രാൻസ്ഫോർമറിലാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ താരിഫ് എഴുതിയിട്ടുണ്ട്, പർപ്പസ് എന്താണ്, ഇതിപ്പോ കൊമേഴ്ഷ്യൽ ആവാം, ഡൊമസ്റ്റിക് ആവാം. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ കണക്റ്റഡ് ലോഡ്, എത്ര ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന്, ഇത് 11 കിലോ വാട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഫേസ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പ്രസന്റ് റീഡിംഗ് ഡേറ്റും പ്രീവിയസ് റീഡിംഗ് ഡേറ്റും, ഇത് 2 ഡേറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രസന്റ് ഇപ്പൊ ഉള്ള റീഡിങ്ങിന്റെ ഡേറ്റും പ്രീവിയസ് റീഡിംഗ് ഡേറ്റ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് മന്ത്ലി ബില്ലിംഗ് ആണോ അതോ ബൈ മന്ത്ലി ബില്ലിംഗ് ആണോ, അതായത് 1 മാസത്തെ ബില്ലിംഗ് ആണോ അതോ 2 മാസത്തെ ബില്ലിംഗ് ആണോ. ഈ 2 ഡേറ്റുകൾ നമ്മൾ നോക്കിയാൽ മതി, പ്രീവിയസ് റീഡിംഗ് ഡേറ്റും പ്രസന്റ് റീഡിംഗ് ഡേറ്റ്. അപ്പൊ ഈ 2 ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് 30 ദിവസത്തിലാണോ ബില്ല് ചെയ്തിരിക്കുന്നത്, 60 ദിവസത്തിലാണോ ബില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇവിടെ റീഡിംഗ് ആൻഡ് കൺസപ്ഷൻ എന്ന് ഒരു സംഭവമുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് യൂണിറ്റ്, കറണ്ട് റീഡിങ്, പ്രീവിയസ് റീഡിങ് എഴുതിയിട്ടുണ്ട്. അതുപോലെ കൺസപ്ഷൻ എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്, ആവറേജ് എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 മാസത്തെ റീഡിംഗ് ആണ്. ഇപ്പൊ 12ാം മാസത്തിലെ റീഡിംഗ് എടുത്ത് പിന്നെ ജനുവരിയിലെ റീഡിംഗ് എടുത്ത്. അപ്പൊ ഇത് 1 മാസത്തെ അല്ലെങ്കിൽ 30 ദിവസത്തെ റീഡിംഗ് ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് കൺസ്യൂം ചെയ്തേക്കുന്ന 565 ആണ് കൺസ്യൂം ചെയ്തേക്കണായിട്ട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ 1 കൊല്ലത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ 550 ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 ഡേറ്റയാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ അകത്ത് ഈ കൺസപ്ഷൻ കൂടി നിൽക്കണം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏതാണ് കൂടി എന്നുള്ളത് കൂടുതലുള്ള വാല്യൂ അതെടുക്കുക. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു ഇലക്ട്രിസിറ്റി ബില്ലിന്റെ അകത്ത് നോക്കി എടുക്കാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, PRV ഡേറ്റ്, അതുപോലെ പ്രസന്റ് റീഡിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് പ്രീവിയസ് റീഡിംഗ് ഡേറ്റ് 1 ഡിസംബർ ആണ്, അതുപോലെ പ്രസന്റ് റീഡിംഗ് ഡേറ്റ് 1 ജനുവരി 2026. പിന്നെ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ കൺസപ്ഷൻ 565 കൺസപ്ഷൻ ഉണ്ട്, ആവറേജ് 550 ഉണ്ട്. അപ്പൊ ഈ ഫിഗേഴ്സ് ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ഇനി നമ്മളിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രീവിയസ് റീഡിംഗ് ഡേറ്റ്, മുമ്പത്തെ റീഡിംഗ് തീയതി, അതായത് 1 ഡിസംബർ 2026. പിന്നെ പ്രസന്റ് റീഡിംഗ് ഡേറ്റ്, നിലവിലുള്ള റീഡിംഗ് തീയതി, അതായത് 1 ജനുവരി. അപ്പൊ ഇത് നമുക്കറിയാം 1 മാസം ഉണ്ട്, 1 മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസം അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ്, ദിവസങ്ങളുടെ എണ്ണം 30 ദിവസം എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇതിൻ്റെ അകത്ത് കൺസപ്ഷൻ, ഉപഭോഗം 565, ഇവിടെ കണ്ടോ, ഇതാണ് 565. അപ്പൊ ഇതിൽ നോക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 565 ഉണ്ട്, 550 ഉണ്ട്. ഇതില് കൂടിയ ഫിഗർ വേണം എടുക്കാൻ. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലത്തെ ഫുൾ ആവറേജ് എടുത്തിട്ട് ചെയ്യണം, പ്ലസ് അതിൻ്റെ അകത്ത് കൂടിയ റീഡിങ് വെച്ചിട്ടുള്ള
ഇതാണ് എടുക്കേണ്ടത്. അതായത് നമ്മുടെ റീഡിങ് കൺസെപ്ഷൻ ആണ് എടുക്കേണ്ടത്. ഇതിൽ കൂടിയ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ 565. ഓക്കെ, അപ്പൊ അത് എടുക്കുക. പിന്നെ ആവറേജ് 550 ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കൂടിയ നമ്പർ എടുക്കണം. അപ്പൊ 565 എടുക്കുക. പിന്നെ യൂണിറ്റ് പെർ ഡേ, ഒരു ദിവസത്തെ കൺസപ്ഷൻ, നമുക്ക് ഒരു ദിവസം എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അത് 565 ഡിവൈഡഡ് ബൈ 30 ദിവസം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടി. പ്രീവിയസ് റീഡിങ് അറിയാം, പ്രസന്റ് റീഡിങ് തീയതി അറിയാം. അപ്പോൾ 30 ദിവസമാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ 565 ഡിവൈഡ് ചെയ്യുക 30 ആയിട്ട്, അപ്പോൾ 18.83 യൂണിറ്റ്സ് നിന്ന് കിട്ടും. അതായത് 18.83 യൂണിറ്റ് പെർ ഡേ നമുക്ക് കൺസപ്ഷൻ ഉണ്ട്. ഒരു ദിവസം നമ്മൾ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത് 18.83 യൂണിറ്റ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം 1 കിലോ വാട്ട് സോളാർ പ്ലാന്റ് 4 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് 1 കിലോ വാട്ട് ഉള്ള സോളാർ 4 യൂണിറ്റ് ജനറേറ്റ് ചെയ്യും, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. 4 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ 18.83 കൺസപ്ഷൻ നമുക്കുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? അപ്പൊ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിലോ വാട്ടിന്റെ സോളാർ പ്ലാന്റ് വെക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ 18.83 ഡിവൈഡഡ് ബൈ 4, അപ്പൊ നമുക്ക് എന്താ 4.7 കിലോ വാട്ട് എന്ന് കിട്ടും. അപ്പൊ അത് നമ്മൾ അത് റൗണ്ട് ചെയ്തിട്ട് 5 കിലോ വാട്ട് എന്ന്. അപ്പൊ നമുക്ക് വേണ്ടത് 5 കിലോ വാട്ട് യൂണിറ്റ് 5 കിലോ വാട്ട് പ്ലാന്റ് ആണ് വെക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം 5 കിലോ വാട്ട് പ്ലാന്റ് വെക്കണം. അപ്പോൾ 5 കിലോ വാട്ട് പ്ലാന്റിന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 20 യൂണിറ്റ്, അതായത് 4 യൂണിറ്റ് ആണ് പെർ ഡേ. ഞാൻ പറഞ്ഞല്ലോ 4 യൂണിറ്റ് ആണ്. അപ്പൊ 5 കിലോ വാട്ട് വെച്ച് കഴിഞ്ഞാൽ 20 യൂണിറ്റ് കിട്ടും. അപ്പൊ നിങ്ങളുടെ 18.83 യൂണിറ്റ് എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സോളാറിൽ നിന്ന് ഓഫ്സെറ്റ് ആവും. അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് അല്ലേ? അപ്പൊ അത് നമ്മൾ എത്ര കൺസ്യൂം ചെയ്യുന്നു അതിന്റെ ചാർജാണ് ഇത്, എനർജി ചാർജ്. ഇതിപ്പോ കറക്റ്റ് ഫിഗേഴ്സ് അല്ലാത്ത കൊണ്ട് ഞാൻ ഇതിനെ മാറ്റി കളഞ്ഞതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് എനർജി ചാർജ് ഇവിടെ വരും. ഈ എനർജി ചാർജ് ആണ് 0. നമ്മൾ 18.83 യൂണിറ്റ് ആണ് പെർ ഡേ. നമ്മൾ 5 കിലോ വാട്ടിന്റെ പ്ലാന്റ് വെച്ചു. 5 കിലോ വാട്ട് 4 യൂണിറ്റ് 1 കിലോ വാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ 5 കിലോ വാട്ട് പ്ലാന്റ് 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ 20 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ 18.83 കംപ്ലീറ്റ് ആയിട്ട് ഓഫ്സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എനർജി ചാർജ് 0. അപ്പൊ അതുപോലെ തന്നെ ഡ്യൂട്ടി 0, 10% ഓഫ് എനർജി ചാർജ്. അപ്പൊ ഡ്യൂട്ടി 0. അപ്പൊ അങ്ങനെയാണ് കാൽക്കുലേഷൻ വരിക. നമുക്ക് ഫിക്സഡ് ചാർജ് വരും, അതുപോലെ മീറ്റർ ചാർജ് വരും. അത് എന്തായാലും വരും, ഫിക്സഡ് ചാർജും മീറ്റർ ചാർജും വരും. അപ്പൊ അത് മാത്രമേ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് വരൂ. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇലക്ട്രിസിറ്റി ബില്ല് കണ്ടു കഴിഞ്ഞാൽ എത്ര കിലോ വാട്ട് പ്ലാന്റ് അല്ലെങ്കിൽ എത്ര കിലോ വാട്ടിന്റെ സോളാർ പ്ലാന്റ് വെക്കണം എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ അതിന് ഇതുവരെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്പർ ഓഫ് ഡേയ്സ് ഞാനിവിടെ 30 എടുത്തത്. കാരണം അതിന്റെ റീഡിങ്സ് അങ്ങനെയാണ് എടുത്തത്. ഒരു മാസത്തിലാണ് റീഡിങ് എടുത്തത്. ചിലപ്പോൾ റെസിഡൻഷ്യൽ ആണെങ്കിൽ 60 ദിവസമായിരിക്കും. അപ്പൊ 60 ദിവസം നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്ത് അതിനെ ഡിവൈഡ് ചെയ്ത് ചെയ്യേണ്ടത് 60 ദിവസമാണ്. അപ്പൊ 60 ദിവസത്തിലാണ് നമുക്ക് റീഡിങ് എടുക്കണമെങ്കിൽ 60 ദിവസം എടുക്കാം. അപ്പോഴാണ് നമുക്ക് ഈ യൂണിറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി. റെസിഡൻഷ്യൽ ആണെങ്കിൽ ഇത് 60 ആയിരിക്കും. എൻ്റെ ബില്ല് ഇത് കൊമേഴ്ഷ്യൽ ആയതുകൊണ്ടാണ് 30 ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ബില്ലുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇത് മനസ്സിലായെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫീഡ്ബാക്ക് നൽകുക. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.